ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ഗെയിമർജു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണത് കേഴ്സ് ഓഫ് ഗ്രാൻഡ്മാ എന്ന് പറയുന്ന ഗെയിമായിട്ടാണ്. മൾട്ടിപ്ലെയർ ആണ്. പക്ഷെ നമ്മളിന്ന് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് സിംഗിൾ പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് തോന്നുന്നുണ്ട്. കിൻഡറാണ് ഗൈസ്. അപ്പോൾ ആരും നമ്മളെ വന്ന് കുത്തുന്നുണ്ട്. ഇതായിരിക്കാം ഗ്രാൻഡ് പെക്ക് പകരം വരുന്ന ആൾ. നമുക്ക് പ്ലേ ഗെയിംസ് കൊടുക്കാം. സിംഗിൾ പ്ലെയർ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പ്ലേ കൊടുക്കാം ഗൈസ്. ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഗ്രാനി ഗെയിം പോലെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് കൂട്ടുകാരായിട്ട് കളിക്കാം ഗൈസ്. നമ്മൾ സെറ്റാക്കുന്നതാണ്, അല്ല നമ്മൾ സെറ്റാക്കുന്നതാണ്. എനിക്കിതിനകത്ത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്. നോക്കി നോക്കാം. ഇതിനകത്ത് കൺട്രോളിംഗ് ഒന്നും എനിക്ക് അത്ര പിടുത്തില്ല ഗൈസ്. വല്ല ഈസി സ്റ്റെപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്ന ഗെയിം ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. തിരിച്ച് നമ്മുടെ റൂമിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ വാതിൽ തുറക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ പോകേണ്ട സ്ഥലം. ഈ എലിവേറ്റർ ഷെയർ എന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിൽ പോകുന്നുണ്ട്. അതേമേ അതും തന്നെ ഗ്രാൻഡ്മാടെ വായിക്ക് കയറി പോകാം. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അറിയില്ല ഗൈസ്. ഫസ്റ്റ് തന്നെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണോ പൈപ്പ് പോലത്തെ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത്. ടോർച്ചൊക്കെ ഉണ്ട് ഗൈസ്. തുറന്നു നോക്കാം. ഭയങ്കര ഫാസ്റ്റായിട്ട് നീങ്ങുന്നതുകൊണ്ട് എനിക്ക് അത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബിയർ കുപ്പിയൊക്കെ ഉണ്ട് കൈസ്. അപ്പോൾ ഗ്രാൻഡ് പാള് കൊള്ളാം. ഈ ഒരു വഴിക്ക് പോയി നോക്കാം. ഇവിടെ എനിക്കൊരു സീക്രട്ട് ഡോർ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് ഈ കാശുണ്ടാവും. നമ്മളിന്ന് കളിക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അയ്യോ ഗ്രാൻഡ് അല്ലത്. അയ്യോ ഓടാ. അയ്യോ ഗ്രാൻഡ് ഇത്ര ഫാസ്റ്റായിട്ട് വരും. വരാൻ നോക്കാം ഗൈസ്. എന്നിട്ട് പോയാൽ മതി. ഗ്രാൻഡ് ആദ്യം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഗ്രാൻഡ് ഇതിനകത്തില്ലേ? വല്ല സെറ്റിങ്സിലങ്ങനെ പോയി ഇടണോ? എനിക്കൊന്നും അറിയില്ല. ഗ്രാൻഡ് പാനൊന്ന് നോക്കാം ഗൈസ്. സത്യത പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഗ്രാൻഡ് പാനാണ് ഗൈസ്. അപ്പം അത് നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ അറിയില്ല. കുറച്ച് സ്ഥലങ്ങളും ഉണ്ട് ഗൈസ്. ഒക്കെ തുറക്കാൻ പറ്റും. ഗ്രാനിയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും യൂട്യൂബ് ചാനൽ പോയാൽ തപ്പിയാൽ അറിയാം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ. പക്ഷെ ഇത് ഞാനങ്ങനെ യൂട്യൂബ് ചാനലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം ഗൈസ്. നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. ഈ വഴി പോയി നോക്കാം ഗൈസ്. ഇതിപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പോയ സ്ഥലത്തേക്ക് തന്നെ പോകാം. അയ്യോ ഗൈസ്, നമ്മൾ പേടിച്ചിട്ടുണ്ട് ഗൈസ്. പെട്ടെന്നായിരുന്നു ബാക്കിൽ കൂടെ വന്നിട്ട് ആൾ കുത്തിയിട്ട്. അപ്പം ലൈഫ് 2 ആണോ ഡേ 2 ആണോ എന്നറിയില്ല. രണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും തോന്നുന്നുണ്ട് ഇത് കളിച്ചിട്ട്. എന്താ ട്രെയിൻ പാളാ? അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്കപ്പോൾ ഒരു നൈഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കണ്ണിൻ്റെ ഈ ഒരു ഇത് നിൽക്കാൻ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്ക് മുകളിലേക്ക് തന്നെ പോകാൻ കഴിച്ചു. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇതാക്കാൻ പോകണില്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയും ടഫാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുപാട് കളിച്ച് പരിചയമായാലും ഇത് ശരിക്കും കളിക്കാൻ പറ്റുള്ളൂ. എലിവേറ്റർ കാണാമല്ലോ ഗൈസ്. ഇഷ്ടപ്പെണ്ടായേ
ഇപ്പോൾ വയസ്സ് എന്തിട്ടുണ്ടായേ പോവാൻ കഴിയും എന്തായാലും. ഇനി വല്ല ശബ്ദം ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ഓടി വരും. നമ്മൾ നേരത്തെ കണ്ട എലിവേറ്റർ ഇപ്പോൾ കാണാനില്ല. അതേ വന്നിട്ടുണ്ട് ഗൈസ്. എന്തോ ഗ്ലിച്ചായിരുന്നു തോന്നുന്നുണ്ട്. എലിവേറ്ററിനെ പിടിച്ചമർത്താം. മോളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് പാടെ വായിൽ പോയി കയറാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാ റൂമിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പതുക്കെ ഇനി പോയി നോക്കാം. എല്ലാ റൂമൊന്നും ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഈ കളി എന്തായാലും നമ്മൾ ജയിക്കാൻ പോകില്ല എനിക്കറിയാം. കാരണം ഞാൻ ഇങ്ങനത്തെ ഹൊറർ ഗെയിമിലൊന്നും അത്ര എക്സ്പേർട്ടല്ല ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൊറർ ഗെയിം കളിക്കുന്നത്. യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് ഞാനിത് കളിക്കുന്നത്. ഞാൻ ഈ ഫുട്ബോളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കളിക്കാറുള്ളത്. ക്രൗബാർ വേണം ഗൈസ്. അയ്യോ ഗൈസ്, നമ്മൾ ഞെട്ടിക്കൊണ്ട് കണ്ട. അപ്പോൾ എനിക്കെന്തൊക്കെ തരിച്ചു കയറുന്നുണ്ട് ഗൈസ്. ഇത് കുറച്ച് ടഫാണ് ഗൈസ്. വിചാരിക്കണ പോലെയല്ല. ഇതെല്ലാവരും കളിച്ചു നോക്കണം. അപ്പോഴേ എൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ബസ്സറടിച്ചാലാണ് എലിവേറ്റർ വരുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? നോക്കി നോക്കാം ഗൈസ്. അതെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മോളിക്ക് പോയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് എന്തായാലും കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ഇതൊന്നും മനസ്സിലാവണില്ല. നമുക്ക് നോക്കാം ഗൈസ്. ഇനി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയാണെന്ന് എന്തോ ഒരു തരിപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇതിനകത്ത് വെപ്പണൊക്കെ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വെപ്പൺ കീ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഗെയിമിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിമുണ്ടെന്ന് അറിയണത്. അവിടെ അറിയാണ്ട് ഫോട്ടോ ഉണ്ട് ഗൈസ്. ഇത് പണ്ട് ഇവിടെ താമസിച്ച് മരിച്ചവരാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഭയങ്കര റിച്ച് ആൾക്കാരുടെ വീടാണ് കേട്ടോ. അയ്യോ ഗൈസ്, ഓട്. അയ്യേ, ഞാൻ കണ്ടുപിടിച്ചിട്ട് ഈ ഗ്രാനി പോലത്തെ ഇതല്ല. ഇയാൾ നല്ല ഓട്ടോ ഓടി വരും ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആളെ. എനിക്കൊരു അവസാനം ഇടിയണം. വെപ്പണൊക്കെ കിട്ടട്ടെ. ആളെ കൊന്നിട്ട് ഞാൻ പോകുള്ളൂ ഗൈസ്. ഈ ഗെയിമിന് എൻഡ് ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കളിച്ചു തീർക്കണം. ഇതിന് പാർട്ട് 2 ആണെങ്കിൽ പറയുക ഗൈസ്. ഓക്കെ, ബസ് നമ്മൾ മോളിൽ പോകണേ ഗൈസ്. ഈ ലൈഫുകളെന്നാൽ എപ്പോഴാണ് തരുന്നത് അപ്പോൾ നമ്മൾ കളി തീർത്താണ്. നമുക്ക് പോയി നോക്കാം. നമ്മൾ നല്ല സ്പീഡായിട്ടാണ് ഇപ്പോൾ പോണത്. എന്തായാലും നോക്കാൻ പോവാണ്. മോളിക്ക് എന്താണ് വഴിയത്? എനിക്കത് എപ്പോഴും തെറ്റുന്നുണ്ട്. തൊണ്ടപ്പിടി എവിടെ വേണമെങ്കിലും ഉണ്ടാവും ഗൈസ്. പറയാൻ പറ്റില്ല. എവിടേക്കെങ്കിലുമൊക്കെ തിരിഞ്ഞ് ഓടിക്കൊണ്ട് നിൽക്കാം. കാണാണെങ്കിൽ നമുക്ക് തിരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഗൈസ്, അയ്യോ ഗ്രാനി ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കേഴ്സ് ഓഫ് ഗ്രാൻഡ് മാ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് പേയുടെ കേസാണ് ഇത് കാണുന്നത്. കുറച്ച് യങ്ങായിട്ടുള്ള ഗ്രാൻഡ് പേയാണ് കേസ് ഇതിനകത്ത്. ഈ ഡോറ് തുറക്കാൻ പറ്റുമോ? അയ്യോ ഗൈസ്, പെട്ടു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നമുക്ക് ആകെ ഒരു നൈഫാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. സോംബിയാണോ ഗൈസ്? കണ്ണൊക്കെ ചോന്നിരിക്കണ്. അപ്പോൾ ഗൈസ് കളി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ
എല്ലാവരും കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. പിന്നെ പരമാവധി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആക്കണം. അപ്പോൾ ഇറ്റ്സ് മീ ജുവാൻ സൈനിങ് ഓഫ്.